നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയുമായും സിംഗപ്പൂരുമായും ചേർന്ന് തന്ത്രപ്രധാന വ്യാവസായിക നിക്ഷേപങ്ങൾക്കും നൂതന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിനും തയ്യാറെടുക്കുകയാണ് സൗദി അറേബ്യ. സുപ്രധാന കരാറുകൾക്കും പ്രഖ്യാപനങ്ങൾക്കുമുള്ള ശ്രമങ്ങൾ സൗദി വ്യവസായ മന്ത്രിയുടെ കിഴക്കൻ ഏഷ്യ പര്യടനത്തിൽ ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ദേശീയ പരിവർത്തന പദ്ധതിയായ വിഷൻ 2030 ലക്ഷ്യപൂർത്തീകരണാനുസൃതമായാണ് പുതിയ പദ്ധതി. ചൈനയുമായും സിംഗപ്പൂരുമായും കൂടുതൽ വ്യവസായ വ്യാപാര സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ ഏർപ്പെടുകയാണ് ലക്ഷ്യം. ഇതിന് മുന്നോടിയായി വ്യവസായ മന്ത്രി ബന്ദർ അൽ ഖുറൈഫിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇരു രാജ്യങ്ങളും സന്ദർശനം നടത്തും. സന്ദർശനത്തിൽ വിവിധ മന്ത്രാലയങ്ങളുമായും സർക്കാർ ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തും. ഓട്ടോമോട്ടീവ്, ഓട്ടോമേഷൻ, ടെക്നോളജി, സൊല്യൂഷൻസ് തുടങ്ങിയ വ്യവസായ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തും. വാഹന നിർമ്മാതാക്കളായ GC ഗ്രൂപ്പ്, ബാരറ്റി നിർമ്മാതാക്കളായ ജനറൽ ലിഥിയം, ചൈനീസ് ടെലികോം, സ്മാർട്ട് സൊല്യൂഷൻസ്, ഭീമനായ ഹുവായി തുടങ്ങിയ കമ്പനികളുമായും കൂടിക്കാഴ്ചകൾ നടത്തും. ഹോങ്കോങ്ങിലെയും പ്രമുഖ കമ്പനികളുമായും മന്ത്രിസഭാ പ്രതിനിധികളുമായും സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് സുപ്രധാന സഹകരണ കരാറുകളും കൈമാറ്റം ചെയ്യപ്പെടും. രാജ്യത്തെ വ്യവസായ മേഖലയിൽ സമൂല മാറ്റത്തിനും നവീകരണത്തിനും ലക്ഷ്യമിട്ടാണ് വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. 2016 ഏപ്രിൽ 25 കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അവതരിപ്പിച്ച സൗദി അറേബ്യയുടെ വിഷൻ 2030 ആരംഭിച്ചിട്ട് ഇക്കഴിഞ്ഞ ഏപ്രിൽ 8 വർഷം പിന്നിട്ടിരുന്നു. രാജ്യത്തിന്റെ അഗാധമായ സാംസ്കാരിക പൈതൃകവും ശക്തമായ നിക്ഷേപവും പ്രയോജനപ്പെടുത്തി രാജ്യത്തെ മാറ്റാനാണ് ഇതിലൂടെ ശ്രമിച്ചത്. സൗദി അറേബ്യ സമൃദ്ധിയുടെ ഭാവിയിലേക്ക് നയിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പദ്ധതി വാണിജ്യം, സംസ്കാരം, നവീകരണം എന്നിവയെ ആഗോള അവിഭാജ്യ ഘടകങ്ങളായി രാജ്യത്തെ മാറ്റി. സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവ് അംഗീകരിച്ച ഈ സമഗ്രമായ സംരംഭം സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുകയും താമസക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സൗദി അറേബ്യയുടെ സമൃദ്ധമായ ഭാവി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചതാണ്. വിഷൻ 2030 ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് ടൂറിസമായിരുന്നു. 2023 സൗദി അറേബ്യ 106 ദശലക്ഷം സന്ദർശകരെ സ്വാഗതം ചെയ്തിരുന്നു. അതിൽ 27.4 ദശലക്ഷം രാജ്യാന്തര വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു. രാജ്യം കഴിഞ്ഞ വർഷം 13.56 ദശലക്ഷം തീർത്ഥാടകരെയാണ് സ്വാഗതം ചെയ്തത്. സാമ്പത്തിക മേഖലയും ശക്തമായ വളർച്ച പ്രകടമാക്കി. GDP 2959 ബില്യൺ റിയാലിലെത്തിച്ചു. സൗദി അറേബ്യയുടെ വിഷൻ 2030 പൊതുജനാരോഗ്യത്തിലും ക്ഷേമത്തിലും ശ്രദ്ധേയമായ പുരോഗതിക്കാണ് കാരണമായത്. കൂടാതെ 66,000-ത്തിലധികം കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ ലഭിക്കുകയും വീട്ടുടമസ്ഥ നിരക്ക് 63.74% ഉയരുകയും ചെയ്തു. പരിസ്ഥിതി സുസ്ഥിരതയും ശുദ്ധമായ ഊർജവും വിഷന്റെ പ്രധാന ഘടകങ്ങളായിരുന്നു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ആസ്തിയിലുണ്ടായ വർധനവാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. 2016 2.09 ട്രില്യൺ റിയാൽ മൂല്യമുണ്ടായിരുന്ന PIFന്റെ ആസ്തി 2024 2.81 ട്രില്യണിലേക്ക് ഉയർന്നു. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ രാജ്യം കൈവരിച്ച ചരിത്രപരമായ വർധനവ്, രാജ്യത്തെ എണ്ണമറ്റ പൈതൃക ഇടങ്ങൾ യുനെസ്കോ പട്ടികയിൽ സ്ഥാനം പിടിച്ചത്, ടൂറിസം മേഖലയിൽ കൈവരിച്ച അത്ഭുതപൂർവമായ വളർച്ച തുടങ്ങി നേട്ടങ്ങളേറെയാണ്. 2030 രാജ്യം വേൾഡ് എക്സ്പോയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നതോടെ വളർച്ചയും ലക്ഷ്യവും പാരമ്യത്തിലെത്തുമെന്നും സമിതി വ്യക്തമാക്കിയിരുന്നു.